ഉണ്ടല്ലോ വെക്കേഷൻ സമയത്തൊക്കെ എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളെ ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോകും. അപ്പൊ മിക്കവാറും യാത്രകളും ട്രെയിനിലായിരിക്കും. അന്നത്തെ ആ ഒരു ട്രെയിൻ യാത്രയിൽ നിന്ന് ഇപ്പോ എന്തോരം വ്യത്യാസമാണ് വന്നതല്ലേ. ഞാനിപ്പോ ഈ മാസം ട്രെയിനിൽ ഒരു യാത്ര ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ആളുകളൊക്കെ അന്നൊക്കെ ഭയങ്കര ഒച്ചയും ബഹളവും ഈ സാധനങ്ങൾ വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെ ഒക്കെ തിരക്കായിരുന്നു വണ്ടിക്കകത്ത്. പക്ഷെ ഇപ്പൊ ഭയങ്കര സൈലൻസാ, കാരണം എല്ലാവരും ഫോണിലായിരിക്കും. അപ്പൊ എനിക്കാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കാൻ ബുദ്ധിമുട്ടാ, പുസ്തകവും വായിക്കാൻ പറ്റില്ല. നമുക്കിങ്ങനെ തല ഇറങ്ങുന്ന ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഒന്നുകിൽ പുറത്തേക്ക് നോക്കിയിരിക്കും, അല്ലെങ്കിൽ ആളുകളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. അപ്പൊ അങ്ങനെ നോക്കുന്ന കൂട്ടത്തിലാണ് കണ്ടത് ഒരു കൊച്ചുകുട്ടി. ആ കുട്ടിയുടെ കയ്യിൽ ഒരു ടാബ് ഉണ്ട്. അപ്പൊ അച്ഛനും അമ്മയും സ്വസ്ഥമായിട്ട് അപ്പുറത്തിരുന്ന മൊബൈലിൽ നോക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടേതായ ഇഷ്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്റെ തൊട്ടപ്പുറത്തെ സീറ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു 65-70 വയസ്സ് പ്രായം ഉണ്ടാവുമായിരിക്കും. അദ്ദേഹം കുറേ നേരമായിട്ട് ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ ഞാൻ വിചാരിക്കും, എല്ലാവർക്കും ഇതൊക്കെ പറ്റുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. ഇപ്പൊ വണ്ടിയിൽ ഇങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പാക്കറ്റ് ഫുഡും ചപ്പാത്തിയും ബിരിയാണിയും വെള്ളവും ഒക്കെ വിൽക്കുന്നുണ്ട്. അവർക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞപ്പോ എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളിങ്ങനെ തലപൊക്കി നോക്കിയിട്ട് പറഞ്ഞു, പണ്ടൊക്കെ ട്രെയിനിൽ വെള്ളം കുടിക്കാനായിട്ട് വിൽക്കാൻ കൊണ്ടുവരും, ഇപ്പൊ അതൊന്നും കൊണ്ടുവരുന്നില്ല, എവിടെയെങ്കിലും സ്റ്റേഷനിൽ നിർത്തുകയാണെങ്കിൽ വെള്ളം മേടിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം ഒരു 7-8 തവണയായി ഇയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞ് നടക്കുന്നത്. പലപ്പോഴും നമ്മളിപ്പോ അങ്ങനെയാണല്ലേ, നമ്മള് എന്താ പറയാ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ കാണുകയും കേൾക്കുകയൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു യാത്രയെ കുറിച്ച് മാത്രമല്ല, ഇപ്പൊ ട്രെയിനിലായാലും ബസ്സിലായാലും ഈവൻ കാറിലായാലും ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ മാത്രമേ ഇങ്ങനെ മുന്നോട്ട് നോക്കിയിരിക്കുള്ളൂ, നിവൃത്തികേടുകൊണ്ടാ. ബാക്കി എല്ലാവരും ഇങ്ങനെ ഫോണിലൊക്കെ തന്നെയായിരിക്കും. അപ്പൊ നമ്മളുടെ ഡൈനിങ് റൂമിൽ വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് അവെയർ ആവുക. നമ്മൾ അപ്പോഴാണ് ഒരു കോൺഷ്യസ് മൈൻഡിലേക്ക് വരിക, അയ്യോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന്. അതുവരെയൊക്കെ നമ്മൾ കേൾക്കാത്തതാണോ, ഇനി അത് കേൾക്കണ്ടെന്ന് വെച്ചിട്ടാണോ, എന്താണോ മാനസികാവസ്ഥ എന്ന് മനസ്സിലാവുന്നില്ല. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.